ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ്റെ പെൻഷൻ അത് മുടങ്ങിക്കിടക്കുക തന്നെയാണ്. അപ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ആ ഓഫീസർ പറഞ്ഞതും സംസാരിച്ചതും ഒക്കെ വർഷയുടെ അച്ഛന്. അത് നമ്മുടെ രവീന്ദ്രന് കേട്ടിട്ട് ദഹിച്ചില്ല. രവീന്ദ്രൻ അവിടെ നിന്ന് വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. എൻ്റെ മക്കൾ വന്ന് കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു പെൻഷൻ കിട്ടാൻ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് നേരെ പോയത്. അങ്ങനെ വീട്ടിലെത്തിയ നമ്മുടെ രവീന്ദ്രൻ ആദ്യം തന്നെ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ശ്രീനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല മോനെ, ഇന്നെന്തെങ്കിലും പ്രശ്നം നടന്നോ, റോഡിൽ വെച്ച് ഇന്നെന്തെങ്കിലും വഴക്കുണ്ടായെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വഴക്കോ, എന്ത് വഴക്ക്, ഇല്ല അച്ഛാ അങ്ങനെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും അല്ല നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അയ്യോ വഴക്കൊന്നും ഉണ്ടായില്ലല്ലോ അച്ഛാ, ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടായിരുന്നു, അത് ഇപ്പം എൻ്റെ വണ്ടിയൊന്നും അല്ല ആക്സിഡൻ്റ് ആയത്, ഒരു അമ്മൂമ്മയാണ്, നമ്മുടെ മുത്തശ്ശിയുടെ പ്രായമൊക്കെ വരും, ആ ഒരു അമ്മൂമ്മ റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തേക്കും ഒരു പെൺകുട്ടി വന്ന് ഇടിക്കുകയും അത് നിർത്താതെ പോവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് ദഹിച്ചില്ല. ഞാൻ ഏതായാലും ആ പെൺകുട്ടിയുടെ പുറകെ പോയി, അത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പുറകെ പോയി കഴിഞ്ഞ് ആ പെൺകുട്ടീനെ പിടിച്ചു നിർത്തിയിട്ട് ആ അമ്മൂമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാശ് ഞാൻ മേടിച്ചു കൊടുത്തു. അത് വലിയ തെറ്റാണോ? അത് തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല അച്ഛനോട് ഇതാരാ പറഞ്ഞത്? ഏതായാലും നീ ചെയ്ത കാര്യം നന്നായി. എന്നിട്ട് ആ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല, ചെറിയ പോറലും മുറിവൊക്കെ ഉള്ളൂ, അതേതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ വലിയ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ആ പെൺകുട്ടി ഒരു അഹങ്കാരി തന്നെയാണ്, അവൾ നിർത്താതെ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഞാൻ പുറകെ പോയി പിടിച്ച് നിർത്തിയത് കൊണ്ട് ആ കയ്യിൽ പൈസ കിട്ടുകയും ആ അമ്മൂമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരി, അല്ല ഞാനിങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്കും മോനോട് ചോദിച്ചതാ, ഇതിപ്പോൾ ആരുടെ ഭാഗത്താ തെറ്റ് ശരിയെന്നൊന്നും എനിക്കറിയില്ലല്ലോ, ഏതായാലും നീ ചെയ്തത് നന്നായി മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മുടെ സുധി ഇരിപ്പുണ്ടായിരുന്നു. സുധി പറഞ്ഞു, നീ എന്തിനാടാ ആവശ്യമില്ലാതെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളിൽ കയറി ഇടപെടുന്നത്, അതിൻ്റെ കാര്യമുണ്ടോ, അതൊക്കെ പിന്നെ ലാസ്റ്റ് വയ്യാവേലി ആവുമെന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രീ പറഞ്ഞു, അതെങ്ങനെ വയ്യാവേലി ആകാനാ, അതെ നമുക്ക് കുറച്ച് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമില്ലേ, മനുഷ്യപ്പറ്റില്ലേ, നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെയല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുള്ളൂ, അല്ലേ അച്ഛാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു, അതേ മോനെ, ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെ ഇവന് പറഞ്ഞാൽ മനസ്സിലാവും, ഇവന് അതുവല്ലോ അറിയാമോ, ഇവനോട് പറയുന്നതിലും ഭേദം ഇവനോട് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് നമ്മുടെ രവീന്ദ്രനും പറയുകയാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നു കേട്ടോ. അപ്പോൾ ചന്ദ്ര മേഡം വന്നിട്ട്, അല്ല നിങ്ങൾ പോയ കാര്യം എന്തായി, നിങ്ങൾ പോയിട്ട് എന്താ പെൻഷൻ്റെ കാര്യം എന്താ, ശരിയായോ, പെൻഷൻ കിട്ടി തുടങ്ങുമോ ഈ മാസം, മുടങ്ങിക്കിടന്നതെല്ലാം ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതെ പെൻഷൻ്റെ പൈസയുടെ കാര്യത്തിനാണോ അങ്ങേര് വിളിച്ചത്, അത് പിന്നെ അതൊന്നും പറയാനൊന്നും അല്ല വിളിച്ചത്. എങ്ങനെ എൻ്റെ പൊന്നു മനുഷ്യ ശരിയാവുന്നത്, ഇനിയിപ്പോൾ സുധിയുടെ വിവാഹം വരാൻ പോകുമല്ലേ, അതിന് എത്രമാത്രം ചിലവ് വരും, ഇനിയിപ്പോൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, അങ്ങനെ പല പല കാര്യങ്ങൾ കിടക്കുക വിവാഹത്തിന് വേണ്ടി. അപ്പം പിന്നെ നമ്മളിങ്ങനെ സാമാട്ടിൽ നിന്നാൽ എങ്ങനെയാ, അവനാണെങ്കിൽ ഇപ്പോൾ ഒരു വരുമാനം ഇല്ലയെന്നറിയാമല്ലോ, വിവാഹം വിളിക്കണം, വിവാഹപ്പന്തൽ ഒരുക്കണം, എന്തൊക്കെ ചിലവുകളാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ അതിന് ബുദ്ധിമുട്ടുന്നത്, ഇനി എന്തിനാ വലിയൊരു ആഡംബര കല്യാണമൊക്കെ നടത്തുന്നത്, അതിൻ്റെ കാര്യമുണ്ടോ, അതെ ആരെയെങ്കിലുമൊക്കെ വിളിച്ച്, അറിയാവുന്നവരെ ആരെങ്കിലുമൊക്കെ വിളിച്ച് ഒരു ചെറിയ അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ട് നടത്തുക, അതല്ലേ അതിൻ്റേതായ ഒരു ഇത്, ഇനി എന്തിനാ ഒരു വിവാഹം, അപ്പോൾ സച്ചിയുടെ വിവാഹം ഇവിടെ കേമമായിട്ട് നടത്തിയതോ, അതിന് പ്രശ്നമില്ലായിരുന്നോ, എൻ്റെ പൊന്നു ചന്ദ്രേ നീ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, നീയേ കഥയറിയാതെയാണോ ആട്ടപാടുന്നത്, അല്ലല്ലോ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ, ആ വിവാഹം ആർക്ക് വേണ്ടി നിശ്ചയിച്ചതായിരുന്നു, അത് സുധിക്ക് വേണ്ടിയല്ലായിരുന്നോ, ആ പന്തൽ ഒരുങ്ങിയതും ഓഡിറ്റോറിയം ഒരുങ്ങിയതും ഒക്കെ സുധിയുടെ വിവാഹം നടത്താൻ വേണ്ടിയല്ലേ, അല്ലാതെ സച്ചിയുടെ വിവാഹം നടത്താൻ വേണ്ടി അല്ലായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നത്, നീ ഇവിടെ വന്നിരുന്നേ ഞാൻ പറയാം എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അതെ നിൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് ആയിക്കോട്ടെ, വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ തന്നെയാണ് വിവാഹം നടത്താം, അതിനിപ്പം ഒത്തിരി പേരെ വിളിക്കണമെന്നൊന്നുമില്ല എൻ്റെ പൊന്നു ചന്ദ്രേ, നമ്മുടെ എല്ലാവരെയും വിളിച്ചു കൂട്ടി വിവാഹക്കുറി സഹിതം അടിച്ച് ഒരു വിവാഹം നടത്തിയതല്ലേ, എന്നിട്ടിപ്പോൾ എന്തായി, എന്നിട്ട് ലാസ്റ്റ് ഇനിയിപ്പം വിളിക്കുന്നവർ ആ വിവാഹത്തെക്കുറിച്ച് ചോദിക്കാനും അത് പിന്നെ കുത്തി നാറ്റിക്കാനും അതിൻ്റെ ഒന്നും കാര്യമില്ല, ജസ്റ്റ് കുറച്ച് പേരെ വിളിക്കുക, വീട്ടിൽ വെച്ച് ഒന്നെങ്കിൽ അമ്പലത്തിൽ വെച്ച് താലി കെട്ടുക, അതുമതി, അല്ലാതെയേ ഇപ്പം
ആഡംബര ചെലവുകളൊന്നും നടത്തണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീയും പറഞ്ഞു, അത് ശരിയാ, അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇനി എന്തിനാ ഒരു കേമോ ആയിട്ടൊരു വിവാഹം നടത്തേണ്ടത്? ചുമ്മാ എന്തിനാ അനാവശ്യമായിട്ട് ഇങ്ങനെ ചിലവാക്കി കളയേണ്ടത്? അതിൻ്റെ കാര്യമില്ലല്ലോ. പിന്നെ ഇവൻ കുറേ പൈസ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നീയും സച്ചിനെ പോലെ ആകുവാണോടാ ശ്രീ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശ്രീ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അവനിപ്പോൾ ആകപ്പാടെ പിടിവിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. സച്ചി അവനെ കാണുമ്പോൾ കുത്തി കുത്തി സംസാരിക്കുന്നുണ്ട്. അതിനോടൊപ്പം നീയും ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയാടാ ശരിയാവുന്നത് എന്ന് ചോദിച്ചപ്പം, അല്ല ഞാൻ ഇപ്പം നടന്നൊരു കാര്യം പറഞ്ഞല്ലേ, ഏതായാലും ഒരു കാര്യം ചെയ്യാം ഏട്ടൻ്റെ കല്യാണം നമുക്ക് സൂപ്പറാക്കാം. ഏതായാലും വീട്ടിൽ കുറച്ച് പേരൊക്കെ വരുമല്ലോ, അവർക്ക് നമുക്ക് നല്ലൊരു സദ്യ തന്നെ ഒരുക്കാം. ഒരു കാര്യം ഞാനെല്ലാം ചെയ്തോളാം, എനിക്കൊരു എക്സ്പീരിയൻസും ആയിക്കോളൂല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, ഓഹോ നിൻ്റെ പരീക്ഷണ വസ്തുവാക്കി മാറ്റുവാണോ എൻ്റെ വിവാഹം? ഹേയ് അങ്ങനെയൊന്നുമല്ല, അങ്ങനെ പരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സ്ത്രീക്ക്. ഈ സ്ത്രീ നന്നായിട്ട് പാചകം പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്ന് ഓരോന്ന് ചെയ്യുന്നത്. നീ തന്നെ കൂട്ടി നോക്കിയിട്ടുള്ളതല്ലേ ഞാൻ വെച്ച കറികളും സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങളൊക്കെ, ഇതൊക്കെ നിനക്കും ഇഷ്ടമായിട്ടുള്ളത് തന്നെയല്ലേ? പിന്നെ ഇത് പരീക്ഷണമാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ചന്ദ്ര ഒന്നുകൂടെ പറയുകയാണ് ആവർത്തിച്ച്, അതെ ഞാനൊരു കാര്യം പറയട്ടെ, ആ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വരുമ്പം നമ്മുടെ കല്യാണം ഇങ്ങനെ ചെറുതായിട്ട് നടത്തി കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ? എൻ്റെ ചന്ദ്രേ, നീ എന്താ പറഞ്ഞത്? പെണ്ണിൻ്റെ വീട്ടുകാർ അല്ല, പെണ്ണിൻ്റെ വീട്ടുകാരാണെന്നും പറഞ്ഞ് ഇതുവരെ ആരും വന്നിട്ടില്ലല്ലോ ഈ വിവാഹം ആലോചിക്കാനും ഇതിന് ദിവസമെടുക്കാനും സമയം കുറിക്കാനും ഒക്കെ ഒരാൾ മാത്രമല്ലേ വന്നുള്ളൂ, വിവാഹ പെണ്ണ്. അല്ലാതെ അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? ഇനിയിപ്പോൾ വിവാഹത്തിന് ആരെങ്കിലും വരുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പം, അതൊക്കെ നിങ്ങളുടെ തോന്നല. അതെ പൂപ്പ പെണ്ണൊന്നും അല്ല, കോടീശ്വരി. അവളുടെ അച്ഛനുമായിട്ടൊരു ചെറിയ പിണക്കമൊക്കെ ഇപ്പോൾ ഉണ്ട്. പിന്നെ അമ്മ മരിച്ചുപോയി, അച്ഛനുമായിട്ടുള്ള പിണക്കമൊക്കെ അതൊക്കെ ഉടനെ അങ്ങ് മാറിക്കോളും. അതോർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എൻ്റെ മകന് കിട്ടിയിരിക്കുന്നത് ഒന്നാന്തരം നല്ല പത്തരമാറ്റ് പെണ്ണ, അല്ലാതെ പൂക്കാരി ഒന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതീനെ അങ്ങോട്ട് അപമാനിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രീ പറഞ്ഞു, എന്താ അമ്മ ഈ പറയുന്നത്? പൂക്കാരി എന്നും പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയുമൊന്നും വേണ്ട. ഏതായാലും മേടത്തി ഈ വീട്ടിൽ കയറി വന്നപ്പോഴത്തേക്കുവാ ഈ വീടായതും ഈ വീട്ടിലൊരു ഐശ്വര്യം വന്നതൊക്കെ. എന്തിനാ ഏടത്തിനെ ചുമ്മാ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, ഓഹോ അപ്പം നിനക്കും തുടങ്ങിയ രേവതി പുരാണം? അല്ല, ഇവിടെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ രേവതിയുടെ പുരാണം പറച്ചിൽ. ഇപ്പം നിനക്കും രേവതിയുടെ പുരാണം പറച്ചിൽ തുടങ്ങിയല്ലേ? ഇത് കേട്ട് ഞാൻ മടുത്തിരിക്കുക. എൻ്റെ പൊന്ന് ശ്രീ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ് ശ്രീയോട് കുറേ ചാടിക്കടിച്ചിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയിട്ടോ. അങ്ങനെ രവീന്ദ്രനും അങ്ങ് മാറിപ്പോവുകയാണ്. അപ്പോൾ ഇതിന് ശേഷം കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ നാട്ടിൽ ചെന്നിറങ്ങി. അങ്ങനെ നാട്ടിൽ ചെന്നിറങ്ങി നാട്ടിലെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഇവർ രണ്ടുപേരും കൂടെ പോവുകയാണ് തറവാട്ടിലേക്ക്, അതായത് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ പാടവും വയലും പുഴയും ഒക്കെ കണ്ടിട്ട് നമ്മുടെ രേവതിക്ക് വല്ലാത്ത സന്തോഷവും അതിശയവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം രേവതി ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. രേവതിക്ക് ഇതൊക്കെ ഫസ്റ്റാണ്. അപ്പം ആ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മുടെ രേവതിക്കുള്ളത്. അപ്പോൾ രേവതി ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ എല്ലാം നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ഒരു പാടം കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് നിന്നിട്ട്, അയ്യോ ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് കുറച്ച് തള്ളും കൂടെ കാണുമായിരിക്കുന്നു. ഏതായാലും എന്ത് രസമാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ താഴേക്കൊക്കെ ഇറങ്ങി പോകാനൊക്കെ പറ്റുമോ, എന്നെ കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതിനെന്താ നിന്നെ കൊണ്ടുപോകാമല്ലോ. ഇപ്പോൾ ഏതായാലും നമ്മൾ വന്നത് താഴേക്ക് ഇറങ്ങി പോകാനല്ലല്ലോ, നേരെ മുത്തശ്ശിയുടെ അടുത്ത് പോകാനല്ലേ. അവിടെ ഇപ്പം മുത്തശ്ശി എന്നെ കാത്തിരുന്ന് മടുത്ത് കാണും. മുത്തശ്ശിയെ എന്നെ കാണുമ്പോൾ എന്നാ സന്തോഷമായിരിക്കും എന്നറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിനെയും കൂട്ടി അങ്ങ് പോവുകയാണ്. അപ്പോൾ രേവതിനെയും കൂട്ടി മുത്തശ്ശിയുടെ അടുത്ത് ചെന്നു. അപ്പം മുത്തശ്ശിയാണെങ്കിൽ ഇവർ വരുന്നത് നോക്കി മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും ചെന്ന ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശി ഓടി വന്നപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുക. സച്ചിനെ കയറി വന്ന് കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും എന്നൊക്കെ ഓർത്താണല്ലോ നിൽക്കുന്നത് സച്ചി. ഏതായാലും സച്ചി അങ്ങ് നിന്നു. സച്ചി നിന്നപ്പോഴത്തേക്കും നമ്മുടെ രേവതിനെ കണ്ട ഉടനെ മുത്തശ്ശി വന്നിട്ട്, അയ്യോ ഇത് ആരാ വന്നിരിക്കുന്നത്, എൻ്റെ രേവതി മോളാണോ എന്നും പറഞ്ഞ് രേവതിനെ കയറിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുകയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് അത്രയ്ക്ക് സുഖിച്ചില്ല കേട്ടോ. സച്ചി ഓഹോ ഇത് കൊള്ളാം, അപ്പോൾ എന്നെ ഇവിടെ വിളിച്ചു വരുത്തി, എന്നെ കളിയാക്കാനായിരുന്നല്ലേ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. എല്ലാ പ്രാവശ്യവും ഞാൻ വരുമ്പോൾ എന്നോടായിരുന്നു സ്നേഹപ്രകടനം, ഇപ്പം എന്തു പറ്റി? അപ്പോൾ ഇവിടെയും ഇങ്ങനെയാ അവിടെയും ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താടാ നിനക്ക് പറ്റിയത്? അല്ല
ദേ എന്നെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നുകൊണ്ടിരുന്ന മുത്തശ്ശി ഇവളെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ച് എന്തിനാ ഇത്രമാത്രം സ്നേഹിച്ച് ഉമ്മ കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, കണ്ടോ കണ്ടോ എപ്പോഴും ഇങ്ങനെയാ, ഓരോ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും, അവിടെയും ഇങ്ങനെ തന്നെയാണ് മുത്തശ്ശി, ഓരോ കുറ്റം കണ്ടുപിടിക്കുന്ന പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, എങ്ങനെ പിടിക്കാതിരിക്കും, എന്ത് ചെയ്യാനാ, ഇനിയിപ്പോൾ ഇതൊക്കെ സഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ തലയിൽ വന്ന് വീണില്ലേ, അത് അവൻ ഒറ്റ ഒരുത്തൻ കാരണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, കണ്ടോ മുത്തശ്ശി, ഇത് തന്നെയാണ് ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, ഞാനെന്തോ ഭാരമാണെന്നോ, ഞാനെന്തോ തലയിൽ വന്ന് വീണെന്നോ, തലയിൽ കെട്ടി വെച്ചെന്നോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശി വന്നിട്ട്, ആണോടാ, എന്തിനാടാ നീ രേവതിനെ എപ്പോഴും വഴക്ക് പറയുന്നത് എന്ന് ചോദിച്ച് നമ്മുടെ മുത്തശ്ശി സച്ചിനെ വഴക്ക് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, കണ്ടോ കണ്ടോ ഇവിടെ വന്നിട്ടും മുത്തശ്ശിയുടെ സൈഡ് പിടിച്ച് നിൽക്കുന്നത്, അവൾ അവിടെ എൻ്റെ അച്ഛനെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് എരിവ് കയറ്റി എന്നെ വഴക്ക് കേൾപ്പിക്കും, ഇപ്പം ദേ ഇവളും മുത്തശ്ശിനെയും പറഞ്ഞ് വഴക്ക് കേൾപ്പിക്കുകയാണല്ലേ, നീ അങ്ങ് വാടി, വീട്ടിലേക്ക് നീ വാ, നിനക്കിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശി പറഞ്ഞു, എന്താടാ നീ പറഞ്ഞത്, ഇവള് വീട്ടിലേക്ക് വരുമ്പോൾ നീ എന്നാ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് പിന്നെ മുത്തശ്ശി, അല്ല ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറയണ്ട മതിയായി, എനിക്ക് മനസ്സിലായി, അല്ല എൻ്റെ മോർണിംഗ് വന്നതെന്നും പറഞ്ഞ് നമ്മുടെ സച്ചിനെയും പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കാണ് അവിടുത്തെ വേലക്കാരി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മുത്തശ്ശിയുടെ കൂടെ നിൽക്കുന്ന ഒരു അമ്മയുണ്ടല്ലോ, ആ അമ്മയും കൂടെ ഇറങ്ങി വന്നിട്ട്, ഇതാരാ വന്നിരിക്കുന്നത്, കയറി വാ, ഏതായാലും ഞാൻ ആദ്യമായിട്ടാട്ടോ സച്ചിയുടെ പെണ്ണിനെ കാണുന്നത്, ഏതായാലും കൊള്ളാം, നല്ല സുന്ദരി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു, നല്ല ഐശ്വര്യമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങ് പൊങ്ങിപ്പോയിട്ട് സച്ചിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സച്ചിക്ക് ഏതാണ്ട് പുച്ഛം പോലെ സച്ചി പിന്നെ എന്ന് പറഞ്ഞ മട്ടിലാണ് സച്ചി നിൽക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അതെ നീ നോക്കി നിൽക്കാതെ പോയി ആരതി എടുത്തുകൊണ്ട് വാടി, ആരതി ഒഴിഞ്ഞു വേണം അകത്ത് കയറ്റാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരതി എടുത്തുകൊണ്ട് വരികയാണ്. മറ്റേ മുത്തശ്ശി പോയി ആരതി എടുത്തുകൊണ്ട് വന്ന് ആരതി ഒഴിഞ്ഞ് നമ്മുടെ രേവതീനെ അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല, പക്ഷേ പിടിക്കാതെയും ഇല്ല എന്ന മട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്തായിക്കോട്ടെ സുധിയാണെങ്കിൽ ചെറിയൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ സുധിക്കൊരു ചെറിയൊരു ജോലി കിട്ടി. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രന് അവിടെ നിന്നപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങ് വന്ന സമയത്ത് അവിടെ ശ്രീയും ഉണ്ട്. അപ്പം ശ്രീ പറഞ്ഞു, അതെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് വരെ പോവുകയാണ്, അപ്പോൾ അവിടെ ഒരു ചെറിയ ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം, എന്താ മോനെ നീ റെസ്റ്റോറൻറ്റിൽ പോകുന്നത്, അപ്പം നല്ല ശമ്പളം കിട്ടുമായിരിക്കുമോ, നല്ല ജോലിക്ക് നല്ല ശമ്പളം കിട്ടുമായിരിക്കുമല്ലോ, നീ ഇത്ര പഠിച്ചതല്ലേ എന്ന് പറയുമ്പോൾ ശമ്പളമൊന്നും കിട്ടൂലമ്മേ, ഇപ്പം തൽക്കാലം ട്രെയിനിങ്ങിന് കയറാനേ പറ്റത്തുള്ളൂ, ഏതെങ്കിലും ശമ്പളം മേടിക്കാനായിട്ടൊന്നും ഞാൻ അവിടെ ജോലി ചെയ്യുന്നില്ല, ഒരു 6 മാസം എനിക്ക് ട്രെയിനിങ് വേണം, അപ്പോൾ അതിനുവേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ കയറുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയ്യോ അങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഇല്ലാതെ 6 മാസം നിൽക്കാനോ, പൈസ ഇല്ലാതെ 6 മാസം നിന്നിട്ടേ ഞാൻ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഇടാൻ പോവുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, തന്നെ റെസ്റ്റോറൻറ്റ് ഇടാനോ, അതെ തന്നെ ഇടാൻ പോവാ, ഏതായാലും മോന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, കാരണം ദേ നിങ്ങൾ 2 മക്കളിലുമാണ് എനിക്ക് ഏക ആശ്വാസമുള്ളത്, എനിക്ക് നിങ്ങൾ 2 മക്കളെക്കുറിച്ചും പറയുമ്പോഴാണ് അഭിമാനം ഉള്ളത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീ ചോദിച്ചു, അതെന്താ സച്ചിയേട്ടനെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനം ഇല്ലാത്തത്, ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ, സച്ചിയേട്ടനെക്കുറിച്ച് എന്താ അഭിമാനം ഇല്ലാത്തത് അമ്മയ്ക്ക്, അതെ ഡ്രൈവർ ജോലി അത്രയ്ക്ക് മോശമായിട്ടുള്ള ജോലിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ, എങ്കിൽ ഞാനേ പറയാം, ദേ ഇപ്പം ഈ വീട് കഴിഞ്ഞു പോകുന്നത് ആ ഡ്രൈവറുടെ ജോലി കൊണ്ടല്ലേ, ഇപ്പം ഇവിടെ ആകെ ഏക വരുമാന മാർഗ്ഗം ഉള്ളത് സച്ചിയേട്ടനാണ്, ആ സച്ചിയേട്ടനെ ജോലി ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിനെ പൊക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നിർത്ത്, നീ അവനെക്കുറിച്ച് കൂടുതൽ പറയുമൊന്നും വേണ്ട, ഏതായാലും എൻ്റെ മകൻ ജോലിക്ക് പോയിട്ടുണ്ട്, സുധി ജോലിക്ക് പോയിട്ടുണ്ടല്ലോ, അവന് ഇനിയിപ്പം ജോലി ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും, അവൻ വിവാഹം കഴിക്കാൻ പോകുന്നതേ നല്ല കോടീശ്വരിയായൊരു പെണ്ണിനെ തന്നെയാണ്, അതുകൊണ്ട് എനിക്കിനി ഈ പാറിനെ കാലും കൈയും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം വേറൊന്നുമല്ല, അവരെന്നെ നോക്കിക്കോളും, സച്ചിയുടെ വരുമാനം അവൻ്റെ വരുമാനം കൊണ്ട് എനിക്കുള്ള കാലം മുഴുവൻ കഴിയാനും എനിക്ക് പറ്റില്ല, എൻ്റെ മോനും എൻ്റെ മരുമോളും ഒക്കെ ഉണ്ടല്ലോ എന്നെ നോക്കാൻ, അവരെന്നെ നോക്കിക്കോളും, അവരുടെ സമ്പാദ്യം അതെനിക്കും കൂടെ ഉള്ളതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഭയങ്കരമായിട്ടും പ്രതീക്ഷിച്ചിരിപ്പുണ്ട് കേട്ടോ. ഏതായാലും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഈ പറയുന്ന സുധി എത്രമാത്രം നമ്മുടെ ചന്ദ്രനെ നോക്കുമെന്നും, അതുപോലെ തന്നെ പെരുങ്കള്ളിയിൽ പെരുങ്കള്ളിയായ നമ്മുടെ
ശ്രുതി ചന്ദ്രനെ എത്രമാത്രം നോക്കുമെന്നും അതോ ഇനി 10 ലക്ഷം രൂപ മുക്കിച്ച് രണ്ടും കൂടെ വേറെ എങ്ങോട്ടേക്കും മുങ്ങുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ കോർത്ത് ഇണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം തന്നെയാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നമ്മൾ നയനിയുടെയും ആദർശിൻ്റെയും കഥ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ പുറകെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതും മിസ് ചെയ്ത് കളയാതെ തന്നെ എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ 2 കഥയാണ് ഇതിലിടുന്നത്. അപ്പോൾ 2 കഥയും കാണുക. അപ്പോൾ കമൻറ്റിലൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഒക്കെ നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.